വസ്തുക്കൾ എന്തുമാകട്ടെ, ഈ വീട്ടമ്മയുടെ കയ്യിൽ അവ ലഭിച്ചാൽ അതിമനോഹരങ്ങളായ കലാരൂപങ്ങളാണ്. വലിച്ചെറിയപ്പെടുന്ന പാഴ്വസ്തുക്കൾ കൊണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന അതിവിസ്മയങ്ങളായ കലാരൂപങ്ങൾ തീർത്ത് ഏറെ ശ്രദ്ധേയമാകുകയാണ് കുറ്റാട്ടൂർ പഴശ്ശി ഞാലിവട്ടം വയലിലെ എൻ വിനിഷ എന്ന വീട്ടമ്മ. കുറ്റാട്ടൂർ പഴശ്ശി ഞാലിവട്ടം വയലിൽ മാധവം എന്ന വീടിനുള്ളിൽ ആരുടെയും മനം മയക്കുന്ന വിസ്മയകരമായ അടുക്കും ചിട്ടയോടും കൂടി ഒരുക്കിവെച്ച കലാരൂപങ്ങളാണ്. ചാരുതയാർന്ന കലാരൂപങ്ങൾ വൻ വില കൊടുത്ത് വാങ്ങിയതല്ല എന്നറിയുമ്പോഴാണ് ഇവയുടെ പിന്നിലാരാണെന്ന് അറിയുവാനുള്ള കൗതുകമുണർന്നത്. മാധവത്തിലെ ഗൃഹനാഥ എൻ വിനിഷയുടെ കരവിരുതിനാൽ പിറവിയെടുത്തതാണ് ഇവയെന്നറിഞ്ഞപ്പോൾ അത്ഭുതമായി. പാഴ്വസ്തുക്കളായി വലിച്ചെറിയുന്നവയിൽ നിന്നും തീർത്ത 100-ലേറെ വ്യത്യസ്തയിനം കലാരൂപങ്ങളുണ്ടിവിടെ. ചിത്രകാരനായ സഹോദരന്റെ ചിത്രരചന കണ്ടാണ് കലാപ്രവർത്തനങ്ങളിലേക്ക് കടന്നുവന്നത്. പാഴ്വസ്തുക്കളിൽ മാത്രമല്ല, വർണ്ണനൂലുകൾ കൊണ്ട് മനോഹരങ്ങളായ ചിത്രങ്ങൾ, ബോട്ടിൽ ആർട്ട്, സാരി ഡിസൈനിങ്, ഫാബ്രിക് പെയിന്റിംഗ് തുടങ്ങി ചിരട്ടക്കഷ്ണങ്ങൾ കൊണ്ടുള്ള ഒട്ടേറെ തന്മയത്വമുള്ള കലാരൂപങ്ങൾ വരെ വിനിഷയുടെ കരവിരുതിൽ മനം മയക്കുന്ന കലാരൂപങ്ങളായി പിറവിയെടുത്തു. കാർപ്പന്ററി വർക്കറായ KP സുനിൽകുമാറിന്റെ ഭാര്യയാണ്. മക്കൾ മാളവിക, മാധവ് കൃഷ്ണ. സുനിൽകുമാർ വുഡ് ആർട്ട് ചെയ്തു വരുന്നു. മകൻ മാധവ് കൃഷ്ണ ചിത്രരചനയിൽ ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയ കലാപ്രതിഭയാണ്. മകൾ മാളവികയും കലാകാരിയാണ്. ഇവർ 4 പേരുടെയും കലാപരമായ കയ്യൊപ്പുകൾ പതിഞ്ഞ മാധവത്തിന്റെ അകത്തളങ്ങൾ വീട്ടിലെത്തുന്ന സന്ദർശകരിൽ പ്രത്യേക അനുഭൂതിയാണ് പകരുന്നത്. കുറ്റിയാട്ടൂർ ഞാലിവട്ടം വയൽ സ്വദേശിയായ വിനിഷ എന്ന് പറയുന്ന ഒരു കലാകാരിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ചിരട്ടയുടെ കഷ്ണങ്ങൾ കൊണ്ട് നിരവധി കലാരൂപങ്ങൾ, അതുകൂടാതെ നൂലുകൊണ്ടും ഒട്ടേറെ കലാരൂപങ്ങൾ ഉണ്ടാക്കിയ ഈ കലാകാരിയെക്കുറിച്ച് നമുക്ക് കലാകാരിയുടെ ജീവിതത്തെക്കുറിച്ചും നമുക്ക് അറിയാം. ചെറുപ്പം മുതലേ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാറുണ്ട്. എന്തൊക്കെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്? ആദ്യമെല്ലാം ചിത്രം വരയ്ക്കുന്നതാണ് ഇഷ്ടം. പിന്നെ നൂലുകൊണ്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ അതൊരു 5-6 മാസമായിട്ട് ഇപ്പോൾ ചിരട്ട കൊണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. പിന്നെ ബോട്ടിൽ ആർട്ടും ചെയ്യാറുണ്ട്. ഒന്നുമില്ല, ഇതാരും പുറം ലോകമൊന്നും അറിയില്ല ചെയ്യുന്നത്. ഇല്ല, അങ്ങനെ വരക്കാൻ നോക്കി വരക്കും, അങ്ങനെയുള്ളൂ. അങ്ങനെ ഇഷ്ടം ഇല്ല, മത്സരങ്ങളിലൊന്നും നിൽക്കാറില്ല. ആരാ കൂടുതൽ പ്രോത്സാഹനം തരുന്നത്? സുനിയേട്ടൻ നല്ല ഇതാണ് പ്രോത്സാഹനം. ഇപ്പൊ ചിരട്ടക്കൊക്കെ ഭയങ്കര വിലയാണ്, അപ്പോ അത് കിട്ടാനില്ല. അങ്ങനെയുള്ള അപ്പോ ഇതെങ്ങനെ ഈ ദിവസങ്ങളൊക്കെ കണ്ടെത്തുന്നത്? ഇത് ഇവിടെയുള്ള തന്നെ ചിരട്ട, പുറത്തുനിന്ന് വാങ്ങിയിട്ടൊന്നുമില്ല ഇതുവരെ. ഇതെന്താ വിൽപ്പന ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഇത് കണ്ടിട്ട് സെയിൽ ചെയ്തൂടെ ചോദിച്ചിട്ട് ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പൊ 5-6 സേവ് ചെയ്തു. അത് അങ്ങനെ ആ മോഡലാണ് ചെയ്യുന്നത്. എന്തൊക്കെ ഐറ്റംസ് ചെയ്തിട്ടുള്ളത് ചിരട്ടയിലെ? ചിരട്ടയില് ഓരോ ചിരട്ട കാണുമ്പോ നമുക്ക് ഓരോ ഇതാണ് മനസ്സിൽ തോന്നാ. ഇന്നേ ചിരട്ട കൊണ്ട് ഇപ്പൊ ഈ ചിരട്ടാണ് ഇപ്പൊ മീനാക്കാന്ന് തോന്നി, അങ്ങനെ മീനാക്കി. പിന്നെ പക്ഷി, അതെല്ലാം അങ്ങനെ ഓരോ ചിരട്ട കാണുമ്പോ നമുക്ക് ഐഡിയ മനസ്സിൽ വരും. ഈ പിന്നെ ആൾരൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. അതായത് ഈ പ്രമുഖരായിട്ടുള്ള മോഹൻലാല്, സിനിമ നടിമാരി, ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ഗായകൻ, ഗാനഗന്ധർവൻ യേശുദാസ്, അങ്ങനെയുള്ളവരെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇത് പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. എന്നാലും എന്റെ ഭാവനക്ക് അനുസരിച്ച് ചെയ്യാൻ പറ്റും. കാരണം അതും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നല്ല പണിയുണ്ട്, നല്ല ക്ഷമമാണ് ഇതിന്. അപ്പൊ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുമ്പോ അത്ര ചെലവ് വരും? ഏകദേശം ഒരു 250 രൂപ വരും. പശക്ക് നല്ല. ഇതുകൊണ്ട് പ്രദർശനം നടത്താൻ നല്ല ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല ഇതുവരെ. പ്രദർശനവും വിൽപ്പനയും ഇവിടെ അടുത്തുള്ള ക്ലബുകളൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ, ഇപ്പൊ സോവാൻ അറിയപ്പെടുന്ന ഒരു ക്ലബ്ബാണ്. അത് അതിപ്പോ ഞാൻ അവരിതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു നമുക്കൊരു പ്രദർശനം വെക്കാന്നെല്ലാം പറഞ്ഞു. അങ്ങനെയല്ലാവുമ്പോ നിങ്ങളെ സാധനം ചെലവാകും, അറിയപ്പെടുകയും കൂടെ ചെയ്യും. അപ്പൊ നിനക്ക് താല്പര്യമുണ്ട് ചെയ്യാം. വീട്ടില് വെറുതെ ഇരിക്കുന്നതാണ്. ഇതിന്റെ കൂടെ സപ്പോർട്ടിംഗ് ആയിട്ട് മക്കൾ ഇതെല്ലാം കഴിവും കിട്ടിയ ഒരാളാണ്. മോനാണ് മാധവ്. മോളും വരക്കും, നന്നായിട്ട് വരക്കും. പിന്നെ പാടാറുണ്ടോ? ഇല്ല, പാടൊന്നുമില്ല. അപ്പോ നന്നായി വരട്ടല്ലേ
ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ എത്തിച്ചേരട്ടെ. ഇനിയും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കാനുള്ള അനുഗ്രഹം ഭഗവാൻ ഉണ്ടാക്കി തരട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവിധ ആശംസകളും.